ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 9. രാജവിദ്യ രാജഗുഹ്യ യോഗം. ശ്ലോകം 25, പേജ് നമ്പർ 505. യാന്തി ദേവവ്രതാ ദേവാൻ പിതൃൻ യാന്തി പിതൃവ്രതാഃ ഭൂതാനി യാന്തി ഭൂതേജ്യാ യാന്തി മധ്യാജിനോപി മാം. പദാനുപദം. ദേവവ്രതാഃ ദേവവ്രതന്മാർ, ദേവാരാധകർ. ദേവാൻ ദേവന്മാരെ, യാന്തി പ്രാപിക്കുന്നു. പിതൃവ്രതാഃ പിതൃവ്രതന്മാർ, പിതൃൻ പിതൃക്കളെ, യാന്തി പ്രാപിക്കുന്നു. ഭൂതേജ്യാഃ ഭൂതങ്ങളെ യജിക്കുന്നവർ, ഭൂതപിശാചുക്കളെ ആരാധിക്കുന്നവർ. ഭൂതാനി ഭൂതപ്രേതങ്ങളെ, യാന്തി പ്രാപിക്കുന്നു. മധ്യാജിനഃ എന്നെ ഭജിക്കുന്നവർ, മാം അപി എന്നെയും, യാന്തി പ്രാപിക്കുന്നു. വിവർത്തനം. ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരോടൊപ്പം ജനിക്കും. പിതൃപൂജകർ പിതൃക്കളോടൊപ്പം ജനിക്കും. ഭൂതപ്രേതാദികളെ ഉപാസിക്കുന്നവരാകട്ടെ അവരോടൊപ്പമാവും ജനിക്കുക. എന്നെ ആരാധിക്കുന്ന ഭക്തന്മാർ എന്നോടൊപ്പം ജീവിക്കും. ഭാവാർത്ഥം. സൂര്യനിലോ ചന്ദ്രനിലോ മറ്റു ഗ്രഹങ്ങളിലോ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി വേദോക്ത വിധികൾക്കനുസൃതമായി ദർശപൗർണമാസി തുടങ്ങിയ ക്രിയാനുഷ്ഠാനങ്ങൾ ചെയ്തിട്ട് തങ്ങളുടെ അഭീഷ്ടം നിറവേറ്റാം. വേദങ്ങളിൽ ഫലോദിഷ്ട കർമ്മങ്ങളെപ്പറ്റി പറയുന്നിടത്ത് ഈ അനുഷ്ഠാനങ്ങളും വിവരിച്ചിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ ദിവ്യലോകങ്ങളിൽ വാഴുന്ന ഓരോ ദേവന്റെയും ആരാധനാക്രമം അതിൽ നിന്നറിയാം. അതുപോലെ തന്നെ ഒരു പ്രത്യേക യജ്ഞാനുഷ്ഠാനത്താൽ പിതൃലോകങ്ങളിലുമെത്തിച്ചേരാം. മറ്റു ചില യജ്ഞങ്ങൾ ചെയ്യുന്ന വ്യക്തിക്ക് പൈശാചിക ലോകങ്ങളിൽ യക്ഷനോ രക്ഷസോ പിശാചോ ആയി കാലക്ഷേപം ചെയ്യാം. പിശാചാരാധനയെ ദുർമന്ത്രവാദം എന്ന് പറയുന്നു. ഇതനുഷ്ഠിക്കുന്നവർ പലരുണ്ട്. ഇതും ആത്മീയമാണെന്ന് അവർ വിചാരിക്കുന്നു. പക്ഷേ തികച്ചും ഭൗതികമാണിത്. ഭഗവതുപാസനയിൽ മാത്രം താത്പര്യമുള്ള ശുദ്ധഭക്തൻ വൈകുണ്ഠ ലോകങ്ങളും
കൃഷ്ണലോകവും പ്രാപിക്കുമെന്നതിൽ സംശയമില്ല. ദേവോപാസന കൊണ്ട് സ്വർലോകങ്ങളിലും പിതൃപൂജ കൊണ്ട് പിതൃലോകങ്ങളിലും ദുർമന്ത്രവാദങ്ങൾ കൊണ്ട് പൈശാചലോകങ്ങളിലും എത്താനാവുമെങ്കിൽ ഒരു ശുദ്ധ കൃഷ്ണഭക്തന് എന്തുകൊണ്ട് വൈകുണ്ഠം പോകാൻ കഴിയില്ല? ഈ പ്രധാനപ്പെട്ട ശ്ലോകത്തിലൂടെ ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നിർഭാഗ്യവശാൽ കൃഷ്ണനും വിഷ്ണുവും വാഴുന്ന അത്യുത്കൃഷ്ട ഗ്രഹങ്ങളെപ്പറ്റി പലർക്കും അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ് അവർക്ക് താഴേക്കു വീഴേണ്ടി വരുന്നത്. ബ്രഹ്മജ്യോതിസിലെത്തിയ നിരാകാരവാദികൾക്കുമുണ്ട് പതനം. അതിനാലാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം മനുഷ്യന് ജീവിതത്തെ പരിപൂർണതയിലെത്തിച്ച് സ്വഭവനമായ ഭഗവത് ധാമത്തിൽ വീണ്ടും ചെന്നുചേരാൻ കഴിയുമെന്ന വിശിഷ്ട വിജ്ഞാനത്തിൻ്റെ സാർവത്രിക പ്രചാരണത്തിനുവേണ്ടി കൃഷ്ണാവബോധ പ്രസ്ഥാനം യത്നിച്ചു പോരുന്നത്. ഹരേ കൃഷ്ണ.